ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഓരോ കണ്ടസ്റ്റൻസിനും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കിസ്സിങ് ഇമോജി കൊടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഷർദിൽ ഇമോജി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പൂജയായിരുന്നു. പൂജ ഇഷ്ടമുള്ള ആളിനെ ചൂസ് ചെയ്തത് ഷിബിനെയായിരുന്നു. അതേപോലെ ഇഷ്ടമില്ലാത്ത ആളായിട്ട് ചൂസ് ചെയ്തത് ഷാമിനെയായിരുന്നു. പൂജയെ പറ്റി പറയുമ്പോൾ പൂജ ഒരു നല്ല ഗെയിമറാണ്. പൂജ ഒരു വീട്ടമ്മ ലേബലിലാണ് അഗ്നിപരീക്ഷയിൽ എത്തിയതെങ്കിൽ ആളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഷാമിനെ ചൂസ് ചെയ്തതിന്റെ റീസൺ ആയിട്ട് പൂജ പറയുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ ഷാമു പൂജനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് ആ കീ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ ഷ്യാം ഒരു ക്രൂക്കട്ട് മൈൻഡഡ് ആണ്. ഷ്യാമിനെ എങ്ങും കാണാനേ കിട്ടുന്നില്ല. ഷ്യാം ഇവിടെ വന്ന് നിൽക്കുന്നത് ഷ്യാമിന്റെ ലക്ക് കൊണ്ട് മാത്രമാണെന്നാണ് പൂജ അവകാശപ്പെടുന്നത്. അത് കുറച്ചൊക്കെ ശരിയാണ്, ലക്കുണ്ട്. കാരണം ഷ്യാമിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറെ പേരൊക്കെ ഇതിനു മുമ്പ് തന്നെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ലക്കും ഒരു ഫാക്റ്റ് ആണ്. നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷെ ലക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ എങ്ങും എത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുമ്പുള്ള മത്സരാർത്ഥികൾക്ക് ഒരുപക്ഷെ ലക്കില്ലാഞ്ഞത് കൊണ്ടാവാം ഇന്നിവിടെ നിൽക്കാൻ പറ്റാതായി പോയത്. അതേപോലെ ഷിബിനെ പറ്റി പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് ഷിബിനെ ഒരു BB മെറ്റീരിയൽ ആണ്. തിരിച്ചു പറയുമ്പം ഷിബിന പറയുന്നുണ്ട് ചേച്ചി ഭയങ്കര സ്വീറ്റ് ആണ്, സോഫ്റ്റ് ആണ്, അതാണ് ഇതാണ്. ആ സ്പോട്ടിൽ തന്നെ അഖിൽ അവിടെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, എന്താണ് പോയിന്റ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം, അല്ലാതെ ഫേവർ ചെയ്ത് ചേച്ചി അങ്ങനെയാണ് ഷിബിനെ ഇങ്ങനെയാണ് അങ്ങനെ പറയാനുള്ളൊരു സ്റ്റേജ് അല്ല BB പ്ലാറ്റ്ഫോം.